ഇസ്രായേൽ നേരിടുന്ന യുദ്ധങ്ങൾ ബൈബിൾ വീക്ഷണത്തിൽ എന്ന ഒരു തലക്കെട്ടിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പലതരത്തിലുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഇറാനും ഇപ്പോൾ ശക്തമായ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ചർച്ചകൾ, എതിർത്തും യോജിച്ചും ഉള്ള ചർച്ചകൾ, ഇസ്രായേലിൻ്റെ പക്ഷത്തു നിന്നും ഇറാൻ്റെ പക്ഷത്തു നിന്നും നടത്തുന്ന ചർച്ചകൾ, മതപരമായും അല്ലാതെയുമുള്ള വാദപ്രതിവാദങ്ങൾ, ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും വിവിധ തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഈ വിഷയത്തെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ടാകുന്ന കാര്യങ്ങൾ ആത്യന്തികമായും ആധികാരികമായും പറയുവാൻ കഴിയുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബൈബിൾ പഠിക്കാത്തതും അത് മനസ്സിലാക്കാത്തതും കൊണ്ട് ഇന്ന് അനേക ആൾക്കാർക്ക് ഈ വിഷയത്തിൽ തെറ്റ് സംഭവിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ, ഈ യുദ്ധങ്ങൾ, ആവർത്തിച്ചുണ്ടാകുന്ന യുദ്ധങ്ങൾ, ഇതിൻ്റെ എല്ലാം കാരണം എന്താണ്, ഇത് എപ്രകാരം ഇത് അവസാനിക്കും, ലോകം ഇത് എങ്ങനെ നേരിടും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഞങ്ങളെ പ്രിയ കേൾവിക്കാരെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വളരെ ചുരുക്കമായി ഈ വിഷയത്തെ ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നൊരു വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ്. ആ വാക്യം നിങ്ങളുടെ മുമ്പാകെ അത് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ വാക്യം കർത്താവായ യേശുക്രിസ്തുവാണ് പറഞ്ഞത്. തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മുമ്പാകെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ മറുപടിയാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാരെന്താണ് ചോദിച്ചത്? ഇതിൻ്റെ പശ്ചാത്തലം കർത്താവിൻ്റെ പ്രവർത്തന സമയത്ത് യെരുശലേം ദേവാലയം പണിതുകൊണ്ടിരിക്കുകയാണ്. ആ മനോഹരമായ ദേവാലയത്തിൻ്റെ പണികളും അതിൻ്റെ വസ്തുക്കളും തൻ്റെ ശിഷ്യന്മാർ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിശയത്തോടെ ചില കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ദേവാലയം, പണിതുകൊണ്ടിരിക്കുന്ന ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം നശിച്ചു പോകും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ വളരെ ആശങ്കപ്പെട്ടു. കാരണം ഒരു യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ ദേവാലയം വളരെ വലുതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ്റെ ആത്മീകമായ ഭൗതികമായ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് യഹൂദന്മാരായ തൻ്റെ ശിഷ്യന്മാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വാക്കുകൾ. അപ്പോൾ അവർക്കൊരാകാംക്ഷ, ഈ ദേവാലയം എപ്പോഴാണ് തകരുന്നത്? അതിൻ്റെ കൂടെ അവർ 2 ചോദ്യം കൂടി ചോദിച്ചു. അവർ ചോദിച്ച പ്രകാരമാണ്, ഇത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ദേവാലയം എന്നാണ് തകർക്കപ്പെടുന്നത്. മാത്രമല്ല വേറെ 2 കാര്യവും കൂടി അവർ അതിൻ്റെ കൂടെ ചോദിച്ചു. നിൻ്റെ വരവിനും ലോകാവസാനത്തിനും ലക്ഷണങ്ങൾ എന്ത്, അല്ലെങ്കിൽ അതെന്ന് സംഭവിക്കും? ഇതെല്ലാം ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യാൻ സമയമില്ല. തുറന്നുള്ള ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്ന ഇറാനുമായിട്ടുള്ള യുദ്ധം, അത് ബൈബിൾ വെളിച്ചത്തിൽ വിശദീകരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഇവരോട് പറയുകയാണ്, തൻ്റെ വരവും അതുപോലെ ലോകാവസാനവും മാത്രമല്ല യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ കർത്താവ് പറയുകയാണ്. ആ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷണം പറയുന്നത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുന്നതിനായിട്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ തൻ്റെ വരവിനും ലോകാവസാനത്തിനും അതുപോലെ തന്നെ യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ചയ്ക്കും ഉള്ള ഒന്നാമത്തെ ലക്ഷണം പറയുന്നത് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് അവർ കേൾക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട്
യുദ്ധങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് കർത്താവ് അവരെ ആശ്വസിപ്പിച്ച് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ സംഭവിച്ചോ? ഇന്ന് പലരും കർത്താവായ യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും യാതൊരു വിലയും കൽപ്പിക്കാതെ തങ്ങളുടേതായ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും നിരീശ്വരവാദ ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകരക്ഷിതാവും ഇതിനെയെല്ലാം കാരണഭൂതനും സർവശക്തനുമാണ്. അപ്പോൾ താൻ ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സംഭവിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ട് യുദ്ധങ്ങൾ ഉണ്ടായോ ഇല്ലയോ നമ്മളൊന്ന് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇത് പറഞ്ഞിട്ട് ഏതാണ്ട് 30 വർഷത്തിന് ശേഷം 1970 AD 70 റോമൻ ചക്രവർത്തിയായ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം വളരെ ശക്തമായിട്ടുള്ള ഒരു പട നയിച്ചുകൊണ്ട് യെരുശലേം പട്ടണത്തെ കീഴടക്കുവാനായിട്ട് വരികയും അങ്ങനെ റോമൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം യെരുശലേം വളയുകയും യഹൂദന്മാരുമായിട്ട് ശക്തമായിട്ടുള്ള യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൻ്റെ സമയത്ത് റോമൻ ചക്രവർത്തിയായി ടൈറ്റസ് പറഞ്ഞു, ഈ ദേവാലയം സംരക്ഷിക്കണം, കാരണം അതിനു മാത്രം അത് മഹത്തരമാണ്, അത്ഭുതാവഹമാണ്. പക്ഷേ യഹൂദന്മാർ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് റോമൻ സൈന്യത്തെ ആക്രമിച്ചതുകൊണ്ട് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ ദേവാലയം അവർ നശിപ്പിച്ചു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം റോമൻ സൈന്യം തകർത്ത് ലക്ഷക്കണക്കിന് യഹൂദന്മാർ അന്ന് അവിടെ വെച്ച് കൊല്ലപ്പെടുകയും അതിനുശേഷം യഹൂദന്മാർ ആ ദേശം വിട്ട് ലോകത്തിൻ്റെ നാനാ വൻകരകളിലേക്കും അവർ പലായനം ചെയ്തു. അങ്ങനെ അവരുടെ ദേശത്തു നിന്ന് അവർ പറിച്ചെറിയപ്പെട്ടു. പിന്നീട് നീണ്ട 2000 വർഷങ്ങളാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ യഹൂദന്മാർ അഥവാ ഈ ഇസ്രായേൽ ജനം പരദേശികളായിട്ട് അല്ലെങ്കിൽ അടിമകളായിട്ട് പല ദേശങ്ങളിൽ പാർത്തു. അങ്ങനെ അവർ വിവിധ രാജ്യങ്ങളിലെ സഹായവും എന്നാൽ ചില രാജ്യങ്ങളിൽ ഉപദ്രവമുണ്ടായി. അങ്ങനെ ആ ജനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറിപ്പാർത്ത് വളരെയധികം കഷ്ടതകളിലൂടെ കടന്നുപോയി. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു ഈ ഇന്നത്തെ പാലസ്തീൻ പ്രദേശം. അങ്ങനെ ആ പലസ്തീൻ പ്രദേശത്ത് ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. 2ാം ലോക മഹായുദ്ധം വിജയിക്കുവാൻ ഇസ്രായേലി ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ബ്രിട്ടനെ സഹായിച്ചതുകൊണ്ട് അതിൻ്റെ പകരമായി ഒരു പാരിതോഷികമായിട്ട് ബ്രിട്ടൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊന്നും ആവശ്യമില്ല, ഒരേ ഒരു കാര്യം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദേശമായ ആ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തുവാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് അവർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി 1948 മെയ് 14 ഈ പാലസ്തീൻ്റെ പ്രദേശം, ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന പ്രദേശം, ബ്രിട്ടൻ ഇസ്രായേൽ എന്ന രാജ്യത്തിന് സ്വതന്ത്രമായി കൊടുത്തു. അങ്ങനെ 1948 2000 വർഷത്തിന് ശേഷം ഇസ്രായേൽ എന്ന രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമായി രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ രൂപീകരിക്കപ്പെട്ട് അടുത്ത ദിവസം തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിനായിട്ട് വന്നു. 1948 മെയ് മാസം ഇസ്രായേൽ വീണ്ടും സ്വതന്ത്രമായി. അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ 5 അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, ജോർദാൻ, സിറിയ, ഇറാഖ്, ലെബനൻ എന്നീ 5 രാജ്യങ്ങൾ അന്ന് പിറവിയെടുത്ത അല്ലെങ്കിൽ ഒരു നവജാത ശിശു എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രായേലിനെ. അങ്ങനെയുള്ള ആ രാജ്യത്തെ അന്ന് തന്നെ അവർ ആക്രമിക്കുകയും 6 ദിവസം നീണ്ട യുദ്ധത്തിൽ വളരെ ശക്തമായ ആക്രമണം നടന്നു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ അദൃശ്യകരമെന്ന് പറയട്ടെ, 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയും അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന പല പ്രദേശങ്ങളും അന്ന് കൈവശമാക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ യുദ്ധം കാണുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നില്ല. ഇസ്രായേൽ സ്വതന്ത്രമായി അവർ ആരെയും ആക്രമിച്ചില്ല. എന്നാൽ അറബ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ 5 രാജ്യങ്ങൾ കൂടി ആക്രമിച്ചു. അങ്ങനെ അവർ ദൈവത്തിൻ്റെ വലിയ കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 6 ദിവസത്തെ യുദ്ധം വിജയിച്ചു. ചില പ്രദേശങ്ങൾ അവർക്ക് തിരികെ ലഭിച്ചു. വീണ്ടും ഇസ്രായേൽ
പതുക്കെ പതുക്കെ വികസിക്കുവാൻ തുടങ്ങി, അവരുടെ കഠിനാധ്വാനത്താൽ വികസിക്കുവാൻ തുടങ്ങി. എന്നാൽ 1949 ഇറാഖ് അവർക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിലും ഇസ്രായേൽ വിജയിച്ചു. അവർ രണ്ടാമത്തെ യുദ്ധമായ ഇസ്രായേൽ രൂപീകൃതമായിട്ട് തുടർന്നുള്ള വർഷങ്ങളിൽ അത് രണ്ടാമത്തെ യുദ്ധം അവർ നേരിടേണ്ടി വന്നു. പിന്നീട് കുറേ കാലത്തേക്ക് സമാധാനമുണ്ടായിരുന്നു. എന്നാൽ അവിടം കൊണ്ട് തീരുന്നില്ല. 1956 സിയൂസ് കനാലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നമുണ്ടാകുകയാണ്. സിയൂസ് കനാൽ ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഈജിപ്തിൻ്റെ നിയന്ത്രണത്തിലായ സിയൂസ് കനാൽ അത് ദേശസാൽക്കരിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ ദേശസാൽക്കരിക്കുമ്പോൾ അവരുടെ ഭാഗമായി മാറും. അത് മറ്റ് രാജ്യങ്ങൾക്ക് അവിടെ കൂടി കപ്പൽ കൊണ്ടുപോകുന്നതിനും അവിടെ ചരക്ക് നീക്കം നടത്തുന്നതിനും തടസ്സമായി വരും. അങ്ങനെ വന്നപ്പോൾ അമേരിക്കയും ഇടപെട്ടുകൊണ്ട് 1956 മറ്റൊരു യുദ്ധം ഉണ്ടാകുകയാണ്. ഈ സിയൂസ് കനാലുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിലും ഇസ്രായേൽ വിജയിച്ചു. അമേരിക്കയ്ക്ക് വളരെ നഷ്ടങ്ങൾ അതിലുണ്ടായി. അമേരിക്കയുടെ സഹായം ഇസ്രായേലിനുണ്ടായിരുന്നു. വളരെയധികം പ്രയാസങ്ങൾ ആ യുദ്ധത്തിലുണ്ടായെങ്കിലും അതിലും അവർ ഒരു വിധത്തിൽ വിജയിച്ചു. അപ്പോൾ ഓർക്കണം, കുറഞ്ഞ നാളുകൾ കൊണ്ട്, ഇസ്രായേൽ രൂപീകൃതമായ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇത്രത്തോളം യുദ്ധങ്ങളെ അവർ നേരിടേണ്ടി വന്നു. എന്നാൽ അത് അവിടം കൊണ്ട് തീർന്നില്ല. 1967 വീണ്ടും ശക്തമായിട്ടുള്ള ഒരു യുദ്ധം ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നു. ഈജിപ്തും ജോർദാനും സിറിയയും ചേർന്ന് ഇസ്രായേലിനെതിരെ ശക്തമായ യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന പല സ്ഥലങ്ങളും ഇസ്രായേലിന് വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു. ഈജിപ്തും സിറിയയും ജോർദാനും പരാജയപ്പെടുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധങ്ങൾ ഇന്നലെ ഉണ്ടായതല്ല, ഇത് യാദൃശ്ചികമൊന്നുമല്ല. 1948 ശേഷം നിരന്തരം ഇസ്രായേൽ ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ട്. അങ്ങനെ 1967 യുദ്ധവും ഇസ്രായേൽ ഒരു വിധത്തിൽ വിജയിക്കുകയും അവർക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ പലതും ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രദേശത്ത് അവർക്കൊരു മേൽക്കൈ ഉണ്ടായി. എന്നാൽ അത് അവിടം കൊണ്ട് തീരുന്നില്ല. 1973 യോം കിപ്പൂർ എന്ന് പറയുന്നതായ അവരുടെ മഹാദിനം, അത് യോം കിപ്പൂർ എന്ന് പറയുന്ന എബ്രായ ഭാഷയിൽ മഹാപാപപരിഹാര ദിനം എന്നാണ്. ഇസ്രായേൽ ജനം ആ പ്രത്യേക അവരുടെ ആ പെരുന്നാളിൽ അവരെല്ലാവരും ചേർന്ന് അവർ ദൈവത്തോട് ചെയ്ത പാപത്തിനും തങ്ങളുടെ സഹോദരന്മാരുടെ ചെയ്ത പാപത്തിനും ക്ഷമയാചിച്ചുകൊണ്ട് അവരെല്ലാവരും പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു ദിനമാണ് യോം കിപ്പൂർ അഥവാ മഹാ പാപപരിഹാര ദിനം. അവരെ സംബന്ധിച്ച് അന്ന് വേറെ ഒരു കാര്യങ്ങളിലും അവരിടപെടുകയില്ല. അതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ആ ദിനത്തിൽ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ആരംഭിച്ചു. ഈജിപ്തും സിറിയയും ഇടയിൽ നേതൃത്വത്തിലാണ് ഈ യുദ്ധം 1973 യോം കിപ്പൂർ ദിനത്തിലെ യുദ്ധം ഉണ്ടായത്. അങ്ങനെ ശക്തമായിട്ട് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിലും ഇസ്രായേൽ വിജയിക്കുകയും അവർക്ക് കൂടുതൽ ആ പ്രദേശത്ത് നിയന്ത്രണവും അവർക്ക് അവിടെയുള്ള ഒരു പരമാധികാരം, അവരുടെ രാജ്യത്തൊരു പരമാധികാരവും ഉണ്ടായി. അപ്പോൾ ഈ ചരിത്ര വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള യുദ്ധം യാദൃശ്ചികമല്ല. അറബ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും അവർ യുദ്ധം ചെയ്തത് ഈ ഫലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ അവരുടെ അധികാരം ഊട്ടിയുറപ്പിച്ചു എന്നുള്ളതാണ് ഇതിന് കാരണം. ആ ഫലസ്തീൻ പ്രദേശം അറേബ്യൻ ജനതയ്ക്കാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഫലസ്തീൻ ജനതയ്ക്കാണ് എന്നുള്ള അവകാശവാദങ്ങൾ ഉണ്ട്. എന്നാൽ നമ്മൾ ഓർക്കണം, ഇതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഇവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ചരിത്രമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലെ ഒരു പ്രധാന വിഷയം, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ യുദ്ധങ്ങൾ നേരിടുന്നത്? ഒരേ ഒരു കാരണമാണ് ബൈബിൾ അതിന് പറയുന്നത്. അവരുടെ രക്ഷകനായ, അവരുടെ മിശിഹായായ കർത്താവായ യേശുക്രിസ്തുവിനെ അവർ വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞു. അവർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. അവരുടെ ഇടയിലേക്ക്, അത് ഒരു ബൈബിളിലെ വാക്യം ഇപ്രകാരമാണ്, അവൻ സ്വന്തം ജനത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് യഹൂദ പശ്ചാത്തലത്തിൽ, വളർന്നത് യഹൂദ പശ്ചാത്തലത്തിൽ, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് അവരോട് കൂടെ നിന്നു, അവരോട് ദൈവരാജ്യത്തെ പ്രസംഗിച്ചു. എന്നാൽ അവർ തന്നിൽ വിശ്വസിച്ചില്ല. മാത്രമല്ല, അവരെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. റോമൻ സൈന്യത്തിന്
കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് ഇസ്രായേൽ ജനമാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മക്കളും ഈ പാപം ഞങ്ങൾ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വധത്തിൻ്റെ അവകാശവാദം അവർ ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, എന്നാൽ പറയട്ടെ, ഇനി എപ്പോഴാണ് ഇസ്രായേലിനൊരു സമാധാനം ഉണ്ടാകുന്നത്? ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത്, അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ ചൈനക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കുമോ? ഇല്ല. യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സാധിക്കുന്നത്. അതിന് ഒരു വാക്യം ഇപ്രകാരമാണ്, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്ന് പറഞ്ഞാൽ അവർ റോമൻ പടയാളികളുടെ കയ്യിൽ ക്രൂശിക്കാൻ ഏൽപ്പിച്ച ആ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ടെന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുമ്പോൾ, അവർ ഈ മിശിഹായെ വിളിച്ച് കരയുമ്പോൾ, ആ മിശിഹ സ്വർഗത്തിൽ നിറങ്ങി വന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കും. അപ്പോൾ മാത്രമാണ് സമാധാനമായ ഒരവസാനം ഇതിനുണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ അത് ചരിത്ര വസ്തുതകളിലൂടെ പരിശോധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ അത് എപ്രകാരം അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താം. എന്നാൽ ഞങ്ങൾ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേലിൻ്റെ രക്ഷകൻ, അവനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർ തിരിച്ചടികളെ നേരിട്ട് ഇപ്പോൾ ഇറാഖുമായിട്ടുള്ള ശക്തമായ യുദ്ധത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇസ്രായേൽ ജനത്തിനും അറേബ്യൻ ജനത്തിനും ഇന്ത്യക്കാർക്കും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റുവാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വിശദീകരണം സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.